ഇബ്രാഹിം വരുന്ന അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടിക നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ 17 മുതലായ വാക്യങ്ങളിൽ ഗോത്രപിതാക്കന്മാരിൽ പലരെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസത്താൽ അവർ ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത് വിശ്വാസത്താൽ ഇസഹാക്ക് ഏശാവിനെ യാക്കോബിനെ അനുഗ്രഹിച്ച കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കുവാനിടയായി. ഇനി അടുത്ത നമുക്ക് യാക്കോബിനെ കുറിച്ചാണ് നാം വായിക്കുന്നത്. ഇബ്രാഹിം 11 അധ്യായത്തിന്റെ 21 വാക്യം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യാക്കോബ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു. യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചതിൽ എന്താണ് നമ്മുടെ വിശ്വാസത്തിന് പ്രാധാന്യമുള്ളത്? അതാണ് നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്നത്. യാക്കോബിന്റെ ജീവിതത്തിലെ ഒടുവിലത്തെ 17 വർഷക്കാലം, കഴിഞ്ഞ ആഴ്ചയിൽ വയസ്സൊന്ന് കണക്കാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. യാക്കോബ് ഓടിപ്പോയ സമയത്ത് ഇതിന്റെ പയ്യനൊന്നും അല്ലായിരുന്നു, പ്രായമുള്ള ആളായിരുന്നു. 17 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്നാണ്. നിങ്ങൾ ചെറുതൊക്കെയെങ്കിലും ആ റെഫറൻസ് ഒക്കെ നോക്കി വയസ്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കാണുമായിരിക്കുമല്ലോ. ഫറവോന്റെ മുമ്പിൽ യാക്കോബ് നിൽക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? എന്റെ പ്രദേശപ്രയാണ കാലം കഷ്ടവും പ്രയാസവുമാണ്, അത് 130 വർഷമായിരിക്കുന്നു എന്നാണ് യാക്കോബ് പറഞ്ഞത്. യാക്കോബ് മരിക്കുമ്പോൾ 147 വർഷമായിരുന്നു. അപ്പോൾ ഈജിപ്തിൽ മിസ്രൈമിൽ തന്റെ അരുമ മകനായ, താൻ ഏറ്റവും സ്നേഹിക്കുന്ന മകനായ യോസഫിനോടുകൂടി എത്ര വർഷം ജീവിച്ചു? ഒടുവിൽ അവിടെ തലച്ചോറ് വർക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. 147 130 പോയിട്ട് 17 ഞങ്ങളുടെ പള്ളിക്കൂടത്തിൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. 17 വർഷക്കാലം യാക്കോബ് തന്റെ മകനോടായിരുന്നു ഒടുവിലത്തെ 17 വർഷക്കാലം. യോസഫിനെ അടിമയായിട്ട് അല്ലെങ്കിൽ സഹോദരന്മാര് വിറ്റത് എത്രാമത്തെ വയസ്സിലാണ്? വേദപുസ്തകത്തിലുണ്ട്. 17. അപ്പൊ യാക്കോബിന്റെ ജീവിതത്തിലെ ആദ്യത്തെ 17 വർഷക്കാലം യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ ആദ്യത്തെ 17 വർഷക്കാലം യാക്കോബ് യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. യാക്കോബിന്റെ ഒടുവിലത്തെ 17 വർഷക്കാലം യാക്കോബ് യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. യാക്കോബ് വയസ്സ് ചേർന്നു. ഇവിടെ നമ്മള് ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിലാണ് ഈ സംഭവം നമ്മൾ വായിക്കുന്നത്. 48 അധ്യായത്തിൽ യാക്കോബ് വയസ്സ് ചേർന്നു. കണ്ണിന് കാഴ്ചയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. തന്റെ പിതാവ് ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ യോസഫ് തന്റെ 2 മക്കൾ, മിസ്രൈമിൽ വെച്ച് യോസഫിനുണ്ടായ 2 മക്കൾ, അത് മൂത്ത ആളാരാണ്? മനശ. രണ്ടാമത്തെ ആൾ എഫ്രൈം. എഫ്രൈമിനെയും കൂട്ടിക്കൊണ്ട് യാക്കോബിന്റെ അടുക്കൽ വന്നതാണ് 48 അധ്യായത്തിൽ വായിക്കുന്നത്. ഈ മനശയ്ക്കും എഫ്രൈമിനും എന്തോ പ്രായം കാണും. നമ്മള് യാക്കോബ് അനുഗ്രഹിച്ച് വല്യപ്പച്ചന്മാരുടെ അടുത്തൊക്കെ കൊച്ചുമക്കളെ എന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ചിന്തിക്കുമ്പോ എന്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ചിന്ത, നമ്മുടെ കൊച്ചുപിള്ളേരുടെ അത്രയും പ്രായം, അല്ലെങ്കിൽ ജോഷോ പ്രായത്തെയൊക്കെ അത്രയും പ്രായമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അതൊന്നും അല്ല, അതിനെക്കാട്ടി പ്രായം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കണമെങ്കിൽ നോക്കി ഉൽപ്പത്തി 41:50. ഉൽപ്പത്തി 41:50 നമ്മൾ വായിച്ചാൽ അവിടെ ജോസഫിന് മൂത്ത മകൻ ജനിക്കുന്നത് എടുത്തോണ്ട് വായിച്ച്, ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അപ്പൊ ക്ഷാമകാലം വരും മുമ്പേ ആണ് ജോസഫിന്റെ മക്കൾ 2 ജനിക്കുന്നത്. മിസ്രൈമിൽ യാക്കോബ് വന്ന സമയത്ത് ക്ഷാമം തുടങ്ങി എത്ര വർഷം കഴിഞ്ഞാ യാക്കോബ് വന്നത്? ഓർക്കുന്നുണ്ടോ? രൂപം പറഞ്ഞു നോക്കെ, ചിലപ്പോ ശരിയാവും. എത്ര വർഷം ഉണ്ടായിരുന്നു ക്ഷാമം? 7 വർഷം ഉണ്ടായിരുന്നു. യോസഫ് സഹോദരന്മാരോടും യാക്കോബിനോടും പറയുന്ന വാക്യമുണ്ട്. അവിടെ പറയുകയാണ്, ക്ഷാമം തുടങ്ങിയിട്ട് 2 വർഷമേ ആയുള്ളൂ, ഇനി 5 വർഷം കൂടെ ക്ഷാമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി പോരണം, 5 വർഷം നിങ്ങൾക്ക് അവിടെ കനാനിൽ കിടന്നാൽ ജീവിക്കാൻ പ്രയാസമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാക്കോബ് 130-ാമത്തെ വയസ്സിൽ മിസ്രൈമിൽ വരുമ്പോൾ ക്ഷാമം തുടങ്ങിയിട്ട് 2 വർഷമായി
യോസഫിന്റെ മക്കൾ അതിന് മുമ്പാണ് ജനിച്ചത്. ക്ഷാമം തുടങ്ങുന്നതിന് മുമ്പ്, അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും മുമ്പ്, 3-4 വർഷം മുമ്പാണ് മനശ്ശെയും എഫ്രൈമും ജനിക്കുന്നത്. അപ്പൊ യാക്കോബ് മരിക്കുമ്പോൾ അല്ലെങ്കിൽ മിസ്രൈമിൽ യാക്കോബ് വന്ന് 17 വർഷം കഴിഞ്ഞാണ് മരിക്കുന്നത്. അപ്പൊ 17 3 20 19-20 വയസ്സ് പ്രായമുണ്ട് ആൾക്ക്, കൊച്ചുമക്കൾക്ക്. യോസഫിന്റെ മക്കളായ മനശ്ശെയ്ക്കും എഫ്രൈമിനും അത്രയും പ്രായമുണ്ട്. അപ്പോൾ തീരെ ചെറുപ്പം കൊച്ചു പിള്ളേരൊന്നും അല്ല എന്ന് നാം അറിഞ്ഞിരിക്കുകയാണ്. യോസഫിന്റെ അടുക്കിലേക്ക് യോസഫ് ഈ മക്കളെയും കൂട്ടിക്കൊണ്ടു വന്നു. നമുക്കറിയാം, അബ്രഹാമിനോടുകൂടെ നേരത്തെ പഠിച്ചതാണ്. യാക്കോബ്, അബ്രഹാം മരിക്കുമ്പോൾ യാക്കോബിന് 15 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അബ്രഹാമിൽ ദൈവം കൊടുത്ത വിശ്വാസം, അബ്രഹാം പിൻപറ്റിയ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അത് ഇസ്ഹാക്കിലും യാക്കോബിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. യാക്കോബിനെ കുറിച്ച് യാക്കോബ് കളിപ്പിക്കുന്നവനാണെന്നും ഒക്കെ ഉള്ളതാ മനസ്സിൽ കൂടുതലായിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണ്. യാക്കോബിന്റെ സന്തതി ഇന്ന് ഉള്ള ആളുകൾക്കൊക്കെ, മുമ്പ് ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നവരെയൊക്കെ നമ്മൾ ആ ഗുണമുള്ളവരായിട്ടൊക്കെയാണ് ചിന്തിക്കുന്നത്. നമുക്കും കൂടെ ജോലി ചെയ്യുന്ന യാക്കോബിന്റെ സന്തതിയിൽപ്പെട്ടവരുടെ ജീവിതത്തെ കുറിച്ചൊക്കെ അനുഭവമൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ യാക്കോബിലുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ യാക്കോബും തന്റെ അമ്മയും കൂടെ കുറുക്കു വഴിയൊക്കെ നോക്കി, അല്ലെങ്കിൽ സ്വന്തമായ പ്ലാനൊക്കെ ചെയ്ത് പെട്ടെന്ന് കയറി അനുഗ്രഹം പ്രാപിക്കാനൊക്കെ ശ്രമിച്ചതാണ് കുഴപ്പമൊക്കെ ആയി തീർന്നത്. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിൽ അവൻ വിശ്വാസമുള്ളവനായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. യാക്കോബ് യോസഫ് വരുന്നു എന്ന് കേട്ടപ്പോൾ, അവിടെ ഇസ്രായേൽ എന്നാണ് യാക്കോബിനെ വിളിക്കുന്നത്, വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിൽ ഇരുന്ന് പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, യാക്കോബ് പറയാണ് 48:3, ഉൽപ്പത്തി 48:3, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്ന അരുളി ചെയ്തു. ദൈവം തന്നെ നടത്തിയ വഴികളെ കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഈ മക്കളെയും കൊണ്ട് യോസഫ് യാക്കോബിന്റെ അടുക്കൽ വന്നപ്പോൾ യാക്കോബ് ചോദിച്ചു, ഇതാരാണ്? യോസഫിന് മക്കളുണ്ടായി. അവരുടെ പേരും യാക്കോബിന് അറിയാം. മനശ്ശെ എഫ്രൈം എന്ന പേരും അറിയാം. ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ തനിക്ക് കണ്ണിന് കാഴ്ച കുറവായിരുന്നതുകൊണ്ട് താൻ ചോദിക്കുകയാണ്, ഇവരാരാണ്? ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ യോസഫിന്റെ മക്കളാണെന്ന് അറിയിച്ചു. അപ്പോൾ യാക്കോബ് പറയാണ്, അവരെന്റെ മക്കളെ പോലെ, രൂബേനെ പോലെയും ശിമിയോനെ പോലെയും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. പല വ്യാഖ്യാനങ്ങൾ അതിൽ കൊടുക്കുന്നുണ്ട്. ലേവി ഗോത്രത്തെ, ശിമേയൻ ഗോത്രത്തെയും, പിന്നെ പ്രത്യേകിച്ച് 49-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പകർത്തു, അല്ലെങ്കിൽ അവരെ സ്പ്രെഡ് ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. എന്നാൽ ലേവി ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിത വർഗമായി മാറി. യോസഫിന്റെ ഗോത്രത്തെ 2ആയിട്ട് തിരിച്ചു, മനശ്ശെ എഫ്രൈം, അങ്ങനെ 12 ഗോത്രമായി ഇവരെ കൂടെ കൗണ്ട് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന യാക്കോബ്, തന്റെ മകൻ മിസ്രൈമിലെ, ഈജിപ്തിലെ മന്ത്രിയായിരിക്കുന്ന യോസഫ് തന്റെ മക്കളുമായി വന്നപ്പോൾ പറയാണ്, അവരെ നീ എന്റെ മക്കളെ പോലെ തന്നെ, അല്ലെങ്കിൽ എനിക്കുള്ള ആ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൗണ്ട് ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ അവരെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. 10-ാം വാക്യത്തിൽ അവരെ അനുഗ്രഹിക്കാനായിട്ട് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ജോസഫ് ആക്ച്വലി ഈ മക്കളെ കൊണ്ട് അപ്പച്ചന്റെ അടുക്കൽ വന്നത് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, തന്റെ മക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അത് യാക്കോബിനോട് പറഞ്ഞില്ല. പറയുന്നതിന് മുമ്പ് തന്നെ യാക്കോബ് പറഞ്ഞു, ഇങ്ങോട്ട് അവരെ കൊണ്ടുപോവാ, ഞാൻ അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ യോസഫ് ആഗ്രഹിച്ചു തന്നെയാണ് പിതാവും അവിടെ പറയുവാൻ തക്കമിടയായി തീർന്നത്. 10-ാം വാക്യത്തിൽ, എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണാൻ വഹിയാതെ ഇരുന്നു. അവരെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ.
ആ വാക്യത്തിലും തന്റെ ഏറിയ ദൈവത്തിലുള്ള ആശ്രയമാണ് കാണുവാൻ സാധിക്കുന്നത്. യാക്കോബ് തന്ത്രപൂർവം പല കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്കറിയാം മുൻ അധ്യായങ്ങളിൽ നിന്ന്. എന്നാൽ തന്റെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ തന്റെ സ്വന്തമായ എന്തെങ്കിലും കൊണ്ടോ ചെയ്തെന്നല്ല പറയുന്നത്. ദൈവം എനിക്ക് സംഗതി വരുത്തിയെന്നാണ് പറയുന്നത്. അപ്പോഴും തനിക്ക് ദൈവത്തിലുള്ള ആശ്രയമാണ് കാണുവാനായി സാധിക്കുന്നത്. ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യോസേഫ് അവരെ മാറ്റിയിട്ട് യാക്കോബിനെ നമസ്കരിച്ചു. എന്നിട്ട് ഇവരെ അനുഗ്രഹിക്കാനായിട്ട് യോസേഫ് പിടിച്ചു നിർത്തുകയാണ്. യോസേഫ് എഫ്രൈമിനെ 13-ാം വാക്യം, യോസേഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്ക് നേരെ. ഇപ്പൊ മൂത്ത ആള് മനസ്സെ ആയതുകൊണ്ട് വലത്തെ കരം കൊണ്ട് മനസ്സെ അനുഗ്രഹിക്കണമെന്നാണ് യോസേഫ് ആഗ്രഹിച്ചത്. മൂത്ത ആളിനാണ് അവകാശങ്ങൾ കൂടുതലുള്ളത്. പല പോർഷൻസ് കൂടുതലായിട്ട് ലഭിക്കുന്നത് മൂത്ത ആളിനാണ്. അതൊക്കെ കിട്ടുവാനായിട്ട് ആണ് ആഗ്രഹിച്ച് മനസ്സെ യാക്കോബിന്റെ വലത്തെ കൈയുടെ കീഴിലും എഫ്രൈം ഇളയവനായതുകൊണ്ട് ഇടത്തെ കൈയുടെ കീഴിലും പിടിച്ചു നിർത്തി. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ രണ്ടുപേരെ അവന്റെ ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനസ്സയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. യോസഫ് അപ്പൻ അനുഗ്രഹിക്കത്തക്ക രീതിയിൽ വലത്തെ കൈയുടെ കീഴിൽ മൂത്ത ആളിനെ നിർത്തിയെങ്കിലും യാക്കോബ് യോസഫിന് വളരെ അത്ഭുതം തോന്നുമാറ് കൈ അങ്ങ് പിണച്ചു വെച്ചു. അപ്പൊ മൂത്ത ആളിന്റെ തലയിൽ ഇടത്തെ കൈ വെച്ചു, ഇളയ ആളിന്റെ തലയിൽ വലത്തെ കൈ വെച്ചു. ഇത് യോസഫിന് വളരെ പ്രയാസം തോന്നി. ഇസാക്ക് മരിച്ചു വന്ന ദൈവം ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ എന്നെ പുലർത്തിയിരിക്കും. ദൈവം എന്നെ ഈ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെ ഇസാക്കിന്റെയും പേര് ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൻ വലങ്കയും ഇസ്രായേലിന്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി. അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനസ്സയുടെ തലയിൽ മാറ്റി വെപ്പാൻ പിടിച്ചു. അപ്പൊ യോസഫിന് അതൊരു വലിയ പ്രയാസമായി തീർന്നു. യോസഫിന് മൂത്ത മകനെ അനുഗ്രഹിക്കണം, അതാണ് നാച്ചുറലി ചെയ്യേണ്ടത്. എന്നാൽ തിരിച്ച് കൈ ഇങ്ങനെ പിണച്ചു വെച്ചപ്പോൾ ജോസഫ് അത് പിടിച്ച് മാറ്റി വെക്കാനായിട്ട് പിടിച്ചു. യോസഫ് അപ്പനോട് അങ്ങനെയല്ല, എന്റെ അപ്പ ഇവനല്ലോ ആദിജാതൻ, ഇവന്റെ തലയിൽ വലം കൈ വെക്കണമെന്ന് പറഞ്ഞു. 19-ാം വാക്യം, എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവന് ഒരു വലിയ ജനമായി തീരും, ഇവന് വർദ്ധിക്കുമെങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവന്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ വിഷയം ഇതാണ്. വിശ്വാസത്താൽ എഫ്രൈമിനെയും മനസ്സിനെ യാക്കോബ് അനുഗ്രഹിച്ചു. എന്താണ് അതിനകത്ത് വിശ്വാസത്തിന്റെ കാരണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. യോസഫ് മിസ്രൈമിലെ മന്ത്രിയാണ്, വലിയ ജ്ഞാനിയാണ്, കഴിവുള്ള ആളാണ്. എന്നാൽ താൻ വലിയ വിശ്വാസമുള്ള ആളാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ അത് പഠിക്കാനും പോവുകയാണ്. എന്നാൽ യാക്കോബ് തന്റെ ജീവിതത്തിന്റെ അന്ത്യകാലത്ത് യാക്കോബ് ചെയ്തത് ഇബ്രാഹിലേഖനത്തിലാണ് അതിന് മറുപടി കൊടുക്കുന്നത്. വിശ്വാസത്താൽ യാക്കോബ് അനുഗ്രഹിച്ചു കൊച്ചുമക്കളെ. അതെങ്ങനെയാണ് അവിടെ ആ വിശ്വാസത്തിന് പ്രാധാന്യം വന്നിരിക്കുന്നത്? യാക്കോബ് തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ പിന്നീട് നമ്മൾ വായിച്ചു വരുന്ന ഈ മക്കളെയൊക്കെ അനുഗ്രഹിച്ച വാക്യങ്ങൾ യാക്കോബ് പ്രസ്താവിച്ച ആ വാക്കുകളൊക്കെ നോക്കിയാൽ പ്രവചനമാണ്, ശക്തമായ പ്രവചനമാണ് യാക്കോബ് പറയുന്നത്. ഒരളവിൽ യാക്കോബ് ഒരു പ്രവാചകനുമായിരുന്നു. അവൻ പറഞ്ഞതെല്ലാം അതുപോലെ മക്കൾക്കും അവരുടെ തലമുറകൾക്കും നിറവേറിയതും ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നതും കാണുവാനായി സാധിക്കുന്നു. താൻ സൂത്രശാലിയാണെന്നും താൻ പല പ്രാവശ്യം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളെ പിടിച്ചു വാങ്ങിക്കുവാൻ താൻ ശ്രമിച്ച കാര്യങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ തന്റെ വടിമേൽ ചാരിക്കൊണ്ട്, വടിമേലൊന്നും കട്ടിലൊന്നും വടിയെന്നുള്ളതിന് ഒരേ പദം തന്നെയാണെന്ന് ചിലർ പറയുന്നുണ്ട്. എനിവേ, ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തോട് സംസാരിച്ച ഒരു സന്ദർഭമായിരുന്നു അത്. ദൈവമേ, എന്റെ ഈ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഞാൻ എന്റെ ഈ കൊച്ചുമക്കളെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നു, അതുകൊണ്ട് നിന്റെ ഹിതപ്രകാരം ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ യാക്കോബ് പ്രാർത്ഥിച്ചത്, ദൈവമേ നിന്റെ ഹിതമനുസരിച്ചുള്ള വാക്കുകൾ പറയണം, നിന്റെ ഹിതമനുസരിച്ചുള്ള അനുഗ്രഹങ്ങൾ നൽകണം. അതുകൊണ്ട് ഈ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന ഈ നല്ല സമയത്ത് കംപ്ലീറ്റ് ആയി ദൈവത്തിന്റെ നിയന്ത്രണത്തിലാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത് കേട്ടു, യാക്കോബിന്റെ വിശ്വാസത്തെ മാനിച്ചു.
അതുകൊണ്ടാണ് മന്ത്രിയായ യോസഫ് പറഞ്ഞപ്പോഴും പറയാം, അങ്ങനെ അല്ല, എനിക്കറിയാം മകനെ, എനിക്കറിയാം എന്ന് പറഞ്ഞ് അവനൊരു ജാതിയാകും, പക്ഷേ ഇളയവനായിരിക്കും, എഫ്രൈം ആയിരിക്കും അവനേക്കാൾ വലുത്. അതുകൊണ്ട് ഇനി ആളുകൾ അനുഗ്രഹിക്കുമ്പോൾ മനശ്ശെ എഫ്രൈമിനെ എന്ന് പറഞ്ഞല്ല അനുഗ്രഹിക്കാൻ പോകുന്നത്, എഫ്രൈമിനെയും മനശ്ശെയും പോലെ ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ജോസഫിന് എന്റെ ചിന്താഗതികളെ മാറ്റിയിട്ട്, ജോസഫിന്റെ ആ പ്ലാനുകളെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതാണ് വലിയ വിശ്വാസം, അതാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്താൽ യാക്കോബ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിപ്പാൻ തക്ക ഇടയായി തീർന്നത്. അത് അങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഉറപ്പാണ് പിന്നീട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ. യാക്കോബ് പറഞ്ഞ അതുപോലെ അച്ചട്ടായിട്ട് നടന്നു. യാക്കോബ് കൈ വിണച്ചു വെച്ചത് ദൈവം നിയന്ത്രിച്ചതാണ്. യാക്കോബ് ഈ മക്കളെ അനുഗ്രഹിച്ച വാക്കുകൾ ദൈവം കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഇസഹാക്ക് വൃദ്ധനായ സമയത്ത് തനിക്ക് ആരെയും ലോകപ്രകാരം വിശ്വസിക്കുവാൻ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയായിരുന്ന സമയത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം തന്നെ അനുഗ്രഹിച്ച് സഹായിച്ച് ഈ ഏശാവിനും യാക്കോബിനും അനുഗ്രഹത്തെ നൽകിയതുപോലെ യാക്കോബിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ വിശ്വാസത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുവാൻ തക്ക ഇടയായി തീർന്നു. നമ്മളെ ഭാഗം വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന ഒന്ന്, അവന്റെ കൈ ക്രോസ് ചെയ്തു. ഒരു ക്രോസ്, ഒരു കുരിശ് അവിടെ നമുക്ക് ആഴമായി നോക്കിയാൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. കുരിശാണ് ജീവിതത്തിനെല്ലാം രൂപാന്തരം വരുത്തുന്നത്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ തലയിലെടുത്തെല്ലാം മാറ്റുവാനായിട്ട് കുരിശിലെ ആശ്രയം കുരിശിലേക്ക് വരുമ്പോൾ സാധിക്കും. മനസ്സ് മൂത്ത ആളായിരുന്നെങ്കിലും മനസ്സെ അനുഗ്രഹിക്കണമെന്ന് യോസഫ് ആഗ്രഹിച്ചുവെങ്കിലും ദൈവം നിയോഗിച്ചത് ആ ക്രോസ് നിമിത്തമായി എഫ്രൈമിനാണ് അനുഗ്രഹം ലഭിച്ചത്. നമുക്ക് ദൈവഭാഗത്ത് വരുന്നതോടുകൂടി, ഒരു ദൈവത്തിലായി തീരുന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നമ്മുടെ ബർത്ത് ഓർഡർ എല്ലാം റീറൈറ്റ് ചെയ്യുവാൻ ഇടയായി തീരുന്നതാണ്. ശാപമോ എന്തെല്ലാം ഉണ്ടെങ്കിലും ക്രൂശിങ്കൽ വരുന്നതോടുകൂടി, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതോടുകൂടി അതെല്ലാം മാറിക്കിട്ടുവാൻ ഇടയായി തീരും. ഇനിയും നാം ഫറവോന് അടിമയല്ല, ഇനിയും നാം ശാപത്തിന് അടിമയല്ല. അവിടെയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസത്താൽ യാക്കോബ് അനുഗ്രഹിക്കുവാൻ തക്ക ഇടയായി തീർന്നു. അതാണ് യാക്കോബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. ജോസഫിന്റെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസത്താൽ യോസഫിനെ കുറിച്ചാണ് 22-ാം വാക്യം, എബ്രായർ 11:22. മതി. വിശ്വാസത്താൽ യോസഫ് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. യോസഫിന്റെ ജീവിതത്തിലെ വിശ്വാസം ഭയങ്കരമായ വിശ്വാസമാണ്. യോസഫിന്റെ ജീവിതത്തിലെ വിശ്വാസം മാറിപ്പോകത്തക്ക രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ ഗോത്രപിതാക്കന്മാർക്ക് ഇല്ലാത്തതായ ഉറച്ചതായ വിശ്വാസമാണ് ജോസഫിനുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന്, തന്റെ ഫാമിലി എല്ലാം തന്നെ ഹേറ്റ് ചെയ്തു. തന്റെ സഹോദരന്മാർ തന്നെ ഇഷ്ടപ്പെടാതെ വിറ്റുകളഞ്ഞു, ക്രൂരമായി തന്നോട് ഇടപെട്ടു. എന്റെ കുടുംബക്കാർ തന്നെ എനിക്കെതിരായതുകൊണ്ട് ഇനിയും ഞാൻ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട എന്ന് ജോസഫ് വിചാരിച്ചില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ട്, തന്നെ വളരെ മോശമായി കുടുംബക്കാര് ട്രീറ്റ് ചെയ്തതുകൊണ്ട് തന്റെ ഫെയ്ത്ത് അബാൻഡൻ ചെയ്തു പോയ ഒരാളിനെ അല്ല നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെല്ലാം എതിരായി നിന്നെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പൊട്ടക്കിണറും അടിമത്വവും തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ജോസഫിന്റെ വിശ്വാസം ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു, വളർന്നുകൊണ്ടിരുന്നു, അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇനിയും
അൺഗോഡ്ലി, ദൈവമില്ലാത്ത, സാൻമാർഗികമായി വേണ്ട രീതിയിൽ താൻ പിൻപറ്റിയ തന്റെ പിതാക്കന്മാർ തനിക്ക് സമ്മാനിച്ച സാഹചര്യം ഒന്നും അല്ല മിസ്രൈമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അൺഗോഡ്ലി സർക്കംസ്റ്റൻസിലും ദൈവഭയം ഇല്ലാത്ത സിറ്റുവേഷനിലും ദൈവത്തെ മുറുകെ പിടിച്ച ജോസഫിന്റെ വിശ്വാസം വലുതായിരുന്നു. അതാണ് നമുക്ക് ജോസഫിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അവന്റെ ഫാമിലിയെ, അവനോട് ഇടപെട്ട കാര്യമോ അവന്റെ ജോബോ അല്ലെ അവനുണ്ടായതായ കൈപ്പേറിയ അനുഭവങ്ങളോ തനിക്ക് ഒരു എക്സ്ക്യൂസ് ആയി വിശ്വാസത്തിൽ നിന്ന് മാറുവാൻ ഉപയോഗിച്ചില്ല. മനുഷ്യരായി നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. എത്രയോ ആളുകൾ വിശ്വാസ കോളത്തിൽ നിന്ന് മാറിപ്പോയത് ഒട്ടുവിശ്വാസികളുടെ ഏതെങ്കിലും വാക്കുകൊണ്ട്, ഒട്ടുവിശ്വാസികൾ പറഞ്ഞതായ പദപ്രയോഗങ്ങളുണ്ട്. ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുണ്ട്, ചിലർ ഓർക്കുമായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹിന്ദു ഫാമിലി ഉണ്ട്, വളരെ നല്ല ഒരു ഹിന്ദു ഫാമിലി. ഞങ്ങള് അദ്ദേഹത്തെ എല്ലാരും വിളിക്കുന്നത് അന്ത്രയോസ് എന്നാണ്. എനിക്ക് വലിയ സംശയം തോന്നി, ഹിന്ദുവിന് എങ്ങനെ അന്ത്രയോസ് എന്ന പേര് വന്നത്. അവരൊരു കാലത്ത് ക്രിസ്ത്യാനികളായതാണ്. ക്രിസ്ത്യാനികളായി വന്നപ്പോൾ ഹിന്ദുക്കളെ വിളിക്കുന്ന അവർക്കിഷ്ടമില്ലാത്ത ഒരു പേര് ആരോ വിളിച്ചു. ആ പേര് കേട്ടതിന്റെ വെളിച്ചത്തിൽ അവർ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷെ ഇപ്പോഴും ആളുകൾ അന്ത്രയോസ് തന്നെയാണ് വിളിക്കുന്നത്. നല്ല കുടുംബമൊക്കെയാണ്. സാധാരണ പെന്തക്കോസുകാരേക്കാൾ വളരെ മാന്യമായും ഡീസന്റായും ഇടപെടപ്പെടുന്നവരാണ്. നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും എത്രയോ പേര് നമുക്കങ്ങനെ കാണുവാനായി സാധിക്കും. വിശ്വാസത്തിൽ നിന്ന് പോകുമ്പോൾ ബ്ലെയിം ചെയ്യുന്നത് മറ്റുള്ളവരെ, അല്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട്. എത്രയോ പേരെ അറിയാം. ഞങ്ങളുടെ വന്ന സമയത്ത് ഒരാള് ഈ അന്ന് 5-6 പെന്തക്കോസ് ഫാമിലിയൊക്കെ അറിവിലൊക്കെ ഉള്ളൂ. അതില് പെന്തക്കോസുകാരനായ ഒരാൾ ആധാരമൊന്നും ചോദിക്കല്ലേ, യോഗത്തിനൊന്നും വരത്തില്ല. ചോദിച്ചപ്പോൾ ആറിന്റെ എക്സാം എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചിലെ ഒരു സഹോദരി കിട്ടിയപ്പോൾ ഈ സഹോദരിയെ കൂടെ കാണിച്ചില്ല എന്ന് പറഞ്ഞു. ആരാധനയ്ക്ക് വരത്തില്ല, മറ്റു സഭയിൽ പോയി. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത. ഇങ്ങനെയൊന്നും ആകരുത്. ജോസഫിന് തന്റെ കുടുംബമോ തന്റെ ജോലിയോ തന്റെ കൈപ്പേറിയ അനുഭവം ഇതൊന്നും വിഷയമായിരുന്നില്ല. അവനറിയാമായിരുന്നു അവൻ ആരാധിക്കുന്ന, അവൻ സേവിക്കുന്ന ദൈവം ആരാണെന്ന്. അവന്റെ വിശ്വാസത്തിൽ നിന്ന് പോകാതെ അവൻ അതിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ജോസഫിന് അറിയാമായിരുന്നു താൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം ആരാണെന്നും ദൈവം തന്നെ അവിടെ നിന്ന് വിടുവിക്കുന്നവനാണെന്നും ഉള്ളത് തനിക്ക് അറിയാമായിരുന്നു. താൻ അത് ചെയ്തു എന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. ജോസഫിന് അറിയാമായിരുന്നു ഈ മിസ്രൈമിലേക്ക് തന്റെ അപ്പനെയും കൂടെയുള്ള കുടുംബക്കാരെയൊക്കെ കൊണ്ടുവന്നു എങ്കിലും ഈ മിസ്രൈമല്ല ദൈവം എന്റെ വലിയപ്പച്ചനായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ടെമ്പററി ആണ്, ഇവിടെ നിന്ന് ദൈവം ഒരു ദിവസം കൊണ്ടുപോകുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് 50-ാം അധ്യായത്തിൽ പറഞ്ഞത് ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അതുകൊണ്ട് അവൻ അറിയാമായിരുന്നു ദൈവം എന്താണ് തന്റെ ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന്. ജോസഫിന് അറിയാമായിരുന്നു, വിശ്വാസം കൊണ്ട് അറിയാമായിരുന്നു തന്റെ കുടുംബത്തിന് എന്താണ് വരാൻ പോകുന്നതെന്ന്. അതുപോലെ തന്നെ ജോസഫിന് അറിയാമായിരുന്നു താൻ എവിടെയാണ്, താൻ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനാണ്. He knew where he belonged. He belonged to Canaan. കനാനിന് ആണ് അവന്റെ സ്വന്തം ദേശം. ഈജിപ്തിനുള്ളവനല്ല. ഈജിപ്തിലെ കാര്യങ്ങളെല്ലാം അവന് ശ്രേഷ്ഠമായിട്ടുണ്ട്. അവന്റെ പിന്നിൽ പേരുണ്ട്, പെരുമയുണ്ട്, ധനമുണ്ട്, മാനമുണ്ട്. പക്ഷെ അവൻ അറിയായിരുന്നു ഞാൻ ഈജിപ്ഷ്യനല്ല, ഞാൻ കനാനിലുള്ളവനാണ്. അതുകൊണ്ട് പറഞ്ഞു എന്നെ ഇവിടെ അടക്കരുത്. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്റെ അസ്ഥിയോടുകൂടെ നിങ്ങൾ ആ ദേശത്തേക്ക് കൊണ്ടുപോകണം. നമ്മുടെ വല്യപ്പച്ചനോട് ദൈവം വാഗ്ദത്തം ചെയ്ത് ചെയ്യുമെന്ന് ജോസഫിന് അറിയാമായിരുന്നു. ജോസഫ് അങ്ങനെ ജോസഫിന്റെ സഹോദരന്മാർ അത് കീപ്പ് ചെയ്തു. ഉൽപ്പത്തി പുസ്തകം അവസാനിപ്പിക്കുന്നത് ജോസഫിന്റെ അസ്ഥികളെ ഒരു പെട്ടിയിൽ വെച്ച് അവർ സൂക്ഷിച്ചു. അവർ പുറപ്പെട്ടപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു ജോസഫിന്റെ അസ്ഥികളും അവരോടുകൂടെ യാത്ര ചെയ്യുവാനുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ജോസഫിന്റെ വിശ്വാസം അത്രമാത്രം വലുതായിരുന്നു. വാക്ക് പറഞ്ഞവനെ അതുപോലെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ യോസഫ് അവന്റെ സാഹചര്യം, അവന്റെ ജോലി, അവന്റെ കുടുംബം എല്ലാം എതിരായി തീർന്നപ്പോഴും യോസഫ് വിശ്വസിച്ച ദൈവം അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പരദേശി മോക്ഷയാത്ര ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും വായിച്ചു കാണും. പരദേശി മോക്ഷയാത്രയിൽ ക്രിസ്ത്യാനിയെ കുറിച്ച് നാം വായിച്ചു വരുമ്പോൾ ക്രിസ്ത്യാനി യാത്ര ചെയ്ത് ആ വഴിയുടെ പ്രയാസം തന്റെ മനസ്സിനെ ഒത്തിരി അകറ്റി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ
താൻ നോക്കിയപ്പോൾ വേലിയുടെ അങ്ങേ സൈഡിൽ നല്ല മനോഹരമായ പോച്ച വിരിച്ചിരിക്കുന്ന നല്ലൊരു നടപ്പാത ഞാൻ കണ്ടു. ആ വേലി എടുത്തിയാടി ആ നടപ്പാതയിലൂടെ നടക്കാൻ തുടങ്ങി. അതിവക സന്തോഷമായിട്ട് തോന്നി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ നടപ്പാത വിചാരിച്ച പോലെ നല്ലതല്ല എന്ന് മനസ്സിലായി. ചവിട്ടുന്നിടത്ത് താഴാൻ തുടങ്ങി. ചൊറിയുന്ന പ്രയാസം ഉളവാക്കുന്ന മുള്ളുള്ള ഐവീസ് ഒക്കെ പടർന്നു കിടക്കുന്നത് എന്നെ വളരെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങി. അങ്ങനെ താൻ വളരെ വിഷമിച്ചു. രാത്രിയായി, ഇരുട്ടായി. ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ ക്രിസ്ത്യാനി ഇരുന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങി. നേരം വെളുത്തപ്പോൾ നൈരാശ്യം, നിരാശ എന്ന് പറയുന്ന ജയൻ രാക്ഷസൻ വന്ന് ക്രിസ്ത്യാനിയെ പിടികൂടി. ക്രിസ്ത്യാനിയെ അടിച്ചു, ഉപദ്രവിച്ചു, ക്രിസ്ത്യാനിയെ മുറിവേൽപ്പിച്ചു. ഭയങ്കരമായ രീതിയിൽ തന്നെ കഷ്ടപ്പെടുത്തി പിടിച്ച് ഈ നിരാശ എന്ന് പറയുന്ന രാക്ഷസൻ ക്രിസ്ത്യാനിയെ കൊണ്ടുപോയി ഡൗട്ടിംഗ് കാസിൽ, അവിശ്വാസ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഒരു തടങ്കൽ, ഒരു സെല്ലിനകത്തിട്ട് പൂട്ടി. ക്രിസ്ത്യാനിക്ക് വളരെയേറെ പ്രയാസം തോന്നി. ഒരു പാട്ട് പാടണമെന്നുണ്ട്, പക്ഷെ പാട്ട് പാടാൻ മൂടില്ല. എല്ലാം ബ്ലാക്കാണ്, എല്ലാം ഇരുട്ടാണ്, കറുത്ത പെയിന്റ് ഒന്നുമില്ല. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഗവൺമെന്റ് ബെനിൻ അത് വിശദീകരിക്കുന്നത് വായിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പിൽഗ്രിംസ് പ്രോഗ്രസ് ഇപ്പോൾ മൂവിയായിട്ടും കാണാനായിട്ടൊക്കെ കിട്ടും. ഇത് നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. വേദോസ്തം കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ബൈബിളാണ്. ഞാൻ അവിടെ കിടന്നു നോക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എവിടെയോ തപ്പിയപ്പോൾ, ഇരുട്ടാണ്, പക്ഷേ എവിടെയോ തപ്പിയപ്പോൾ ഒരു കത്തി കണ്ടെത്തി. എവിടെയോ വീണ്ടും തപ്പിയപ്പോൾ ഒരു കയറ് കണ്ടെത്തി. പിന്നെ തപ്പിയപ്പോൾ ഒരു കുപ്പി കണ്ടെത്തി. സൂയിസൈഡിലുള്ള ആയുധമാണ്. ഞാൻ വളരെ വിഷമിച്ചു. ഒരു സന്ധ്യയുടെ വേളയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അല്പനേരം ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഓ, ഞാനെന്തൊരു മണ്ടനാണ്, ഞാനെന്തൊരു പോഷനാണ്. സ്വാതന്ത്ര്യമായി വെളിയിൽ നടക്കാൻ എനിക്ക് അവകാശം ഉള്ളപ്പോൾ ഈ നിരാശക്കുഴിയിൽ കിടന്നുകൊണ്ട്, ഈ ഡൗട്ടിംഗ് ക്ലാസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ തടങ്കൽ അനുഭവിക്കുന്നത്? എന്റെ മടിയിൽ ഒരു താക്കോലുണ്ട്. ആ താക്കോലിന്റെ പേര് പ്രോമിസ് എന്നാണ്. ഈ പ്രോമിസ് ആകുന്ന താക്കോൽ എടുത്താൽ ഈ ഡൗട്ടിംഗ് കാസലിന്റെ ഡോർ എനിക്ക് തുറക്കാൻ കഴിയും. ഇത് തുറന്ന് താൻ രക്ഷപ്പെട്ടു. എനിക്ക് നിങ്ങൾക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. യോസഫിന്റെ സഹോദരന്മാരോട് അവർ ഇസ്രായേലിൽ വന്നു കഴിഞ്ഞപ്പോൾ യോസഫ് പറയുന്ന വാക്യം, സഭയില്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല. യോസഫ് പറയാണ്: എന്നെ നിങ്ങൾ ഇസ്രായേലിലേക്ക് വെച്ചത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ദൈവം അതൊരുക്കിയതാണ്. നിങ്ങളെ പുലർത്താനായിട്ട് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വഴിയാണ്. പക്ഷേ അവരതും വിശ്വസിച്ചില്ല. യോസഫിനെ ആദ്യം കണ്ട സ്വപ്നം വിശ്വസിച്ചില്ല. ഇസ്രായേലിൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു: നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എന്നെ വിറ്റ് എനിക്ക് വേണ്ടി എന്നോട് ചെയ്തതെല്ലാം ദൈവം നന്മയ്ക്ക് ചെയ്താണെന്നൊക്കെ പറഞ്ഞെടുക്കെ അതും വിശ്വാസമില്ല. 50-ാം അധ്യായത്തിൽ അപ്പന്റെ അടക്കം കഴിഞ്ഞ് ഫ്യൂണറലും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവർക്കെല്ലാം നടുക്കമുണ്ടായി, ഭയമുണ്ടായി. ഓ, ഇനിയും ജോസഫ് അപ്പനും പോയി, ഇനിയും നമ്മളെ പണ്ട് ചെയ്തതിന് പ്രതികാരം ചെയ്യും, നമ്മൾ കുഴപ്പക്കാരാകും. സഹോദരന്മാരെല്ലാം കൂടെ ഒന്നിച്ച് ജോസഫിന്റെ മുമ്പാകെ നെടുമ്പാട് വീണ് കരഞ്ഞിട്ട് പറയാണ്: ഞങ്ങൾ നിന്റെ അടിമകളായിക്കൊള്ളാം. ദാസന്മാരെന്നാണ് മലയാളത്തിൽ, എന്നാൽ അടിമകളായിക്കൊള്ളാം. അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അതായിട്ടറിയാമോ? യോസഫ് പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യാഞ്ഞതുകൊണ്ടാണ്. യോസഫ് ഇത് കേട്ടപ്പോൾ വാവിട്ട് കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നമ്മോട് അരുളി ചെയ്തത് വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ നല്ല യോസഫ് ഒരു കരച്ചിൽ നാം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അവർക്ക് നടുക്കമുണ്ടായത്, അവർക്ക് ഭയമുണ്ടായതിന്റെയൊക്കെ കാരണം അവരോട് അരുളി ചെയ്തത് വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ്. ഇതുപോലെയാണ് ഇന്ന് അനേക ക്രിസ്ത്യാനികളും അനേക വിശ്വാസികളും ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഒത്തിരി വറീസിന്റെ കാരണം, ഒത്തിരി ഭയത്തിന്റെ കാരണം, ആകുലതയുടെ കാരണം. ആ ആകുലത എന്തുകൊണ്ടാണ്? ഒത്തിരി രോഗങ്ങളും, എല്ലാ രോഗവുമല്ല, എന്നാൽ ഇവിടെ ഇരിക്കുന്ന രോഗമുള്ളവരുടെ ഒത്തിരി തലവേദനയും നടുവേദനയും വയറ്റുവേദനയുടെയും കാരണം വേണ്ടാത്ത ആകുലതയാണ്. വേണ്ടാത്ത ആകുലത ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്തതുകൊണ്ടാണ്. എന്റെയും നിങ്ങളുടെയും മടിയിൽ പോക്കറ്റിൽ ഒരു പ്രോമിസ്, ദൈവത്തിന്റെ പ്രോമിസ് ആകുന്ന താക്കോലുണ്ട്. അതുകൊണ്ട് ഈ ഡൗട്ടിംഗ് കാസിൽ തുറന്നിട്ട് എന്നെയും നിങ്ങളെയും അറ്റാക്ക് ചെയ്യുന്ന ആ ദുഷ്ടനായ ആ ഡിസ്പെയർ, നൈരാശ്യം ഉളവാക്കുന്ന ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഓടിപ്പോകുവാൻ വാഗ്ദത്തം തന്ന ഒരു ദൈവമുണ്ട്. യോസഫിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ അതിൽ മുറുകെ പിടിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അവന്റെ വിശ്വാസം ഒട്ടും മാറിപ്പോയില്ല. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.